ഓ രാവിലെ ആയി, നൈസ്. ഓക്കെ, ഞാൻ കയറിയപ്പോൾ രാവിലെ അല്ലായിരുന്നു, അതാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കയറിയിരുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് എന്താണ് ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ചത്ത് ഡെഡ് ആയിട്ട് ഇപ്പം സ്പോണിൽ എത്തിയേക്കാണ്. സ്പോണിൽ നോക്കിയപ്പോഴാണ് സ്പോണിൽ വെറൈറ്റി ആയിട്ടൊന്നും ഒന്നേയില്ല. കുറേ ഷുഗർ കെയിനും കുറച്ച് പാമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല കാര്യം, വരുന്നവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷെ സ്പോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എന്തെങ്കിലും അട്രാക്ഷൻ വേണ്ടേ, അതില്ല. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കൂടെ ആരും പറഞ്ഞിട്ടില്ല ചെയ്യാൻ, എൻ്റെ കൂടെ ആരും പറയുമെന്നറിയില്ല, എന്നാൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. എന്നോടാരും പറയണ്ട, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യും. ഇത് പൊളിച്ച് മാറ്റാൻ പറഞ്ഞാൽ നീയൊക്കെ ആണെങ്കിൽ വിളിച്ചു പറ്റിക്കോ, ഞാൻ വിളിക്കൂല. അങ്ങനെയൊന്നും പറയത്തില്ല, മാമനൊക്കെയാണ്, നമ്മളെ മാമനാണ്, പുള്ളിയൊന്നും അങ്ങനെ പറയൂല. അപ്പം എന്തായാലും ഞാൻ ഡെത്തായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല എനിക്ക്, എന്തായാലും അവിടെ വരെ പോകണം. അതിന് നല്ലത് ഞാൻ ഇവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ട് പതുക്കെ ഇവിടുന്ന് എവിടെയെങ്കിലും കുറച്ച് ഡയമണ്ടൊക്കെ ഒപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, തിരിച്ചു പോകണം. എൻ്റെ കയ്യിലുള്ള ഡയമണ്ടൊക്കെ പോയി, ഡയമണ്ട് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു, അത് വെക്കാൻ പാടില്ലായിരുന്നു, മണ്ടത്തരായി പോയി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ നല്ലതിനാവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് കിട്ടാവുന്ന അത്രയും വുഡ് കളക്ട് ചെയ്തിട്ട് ഒരു വുഡി ടെക്സ്ചറായിട്ടുള്ള ഒരു സ്പോൺ ബിൽഡ്, എന്തെങ്കിലും വെറൈറ്റി. ഞാനങ്ങനെ ഈ സ്പോൺ ബിൽഡ് കാര്യങ്ങളൊന്നും സെർവറിൽ കയറാത്തത് കൊണ്ടും സ്പോൺ ബിൽഡ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടും എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ അവിടെ ചെയ്ത് വെക്കാം, അതാണല്ലോ അതിൻ്റെ ശരി. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ ഒരു ഐഡിയയും ഞാൻ നോക്കിയിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു റെഫറൻസ് പിക്ചർ എടുക്കണം, ഇല്ലാതെ ഇപ്പം വെറുതെ ചാടിക്കറിയാണ്ട് ഉണ്ടാക്കാൻ പാടില്ലല്ലോ. എന്തെങ്കിലും ഒരു ഇത് എടുക്കണം എനിക്ക്, എന്നിട്ട് അതുപോലെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം എന്തായാലും നമുക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല, ഫുൾ ടൂൾസ് നമുക്ക് എന്താണ് സ്റ്റോണിലായിരിക്കണം ഉണ്ടാവേണ്ടത്, അയണൊന്നും ഇവിടുന്ന് കിട്ടൂല. അപ്പോൾ കിട്ടുന്ന ടൂൾസും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സ്പോൺ ബിൽഡ് ക്രിയേറ്റ് ചെയ്യാം. മിക്കവാറും ഞാൻ റീപ്ലൈ ഇടാനാണ് ചാൻസ്. സോ എന്താ പറയുക, ഇതൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ റീപ്ലൈ മോഡ് കണ്ടോ, അതായിരിക്കും നല്ലത്. ഇങ്ങനെ ഞാനിത് ഇവിടെ സ്പോണ് അങ്ങോട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ക്രോസ് അല്ല, ഇതൊരു ക്രോസ് പോലെ തോന്നിക്കുന്നൊരു സംഭവം ചെയ്യുന്നുള്ളൂ. ഇത് ക്രോസ് അല്ല. ഇത് റെക്കോർഡ് ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഒരു സ്പോൺ ബിൽഡ്. പിന്നെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുക ഇതെന്താണെന്നുള്ളത്, ഇത് ഫുള്ളൊന്ന് വെള്ളം നിറയ്ക്കണം, എന്നിട്ടിൽ ആമേനയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിടണം. പറ്റുകയാണെങ്കിൽ ഒരു ലാൻഡേൺ വെക്കണം, എന്നാലേ അതിൽ ലൈറ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ അതിന് മാത്രം അയൺ എനിക്ക് കിട്ടിയിട്ടില്ല. 5 അയണേ കിട്ടിയിട്ടുള്ളൂ കറക്റ്റായിട്ട്. 5 അയണും 3 ബക്കറ്റ് ഉണ്ടാക്കാൻ. ബാക്കി 2 എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. ഇത് ബക്കറ്റിന് വേണ്ടിയിട്ട്. ബക്കറ്റ് ആദ്യം അവിടെ വെള്ളം റെഡിയാക്കണം. അതുകൊണ്ട് ഈ 2 അയൺ പിന്നെ എന്തിനു വെച്ചതാന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത കേസ്. അത് ഞാൻ എന്തിനു വേണ്ടിയിട്ട് വെച്ചേക്കോണ്ട് ഇരിക്കട്ടെ. ബാക്കി 2 അയൺ എന്തിനു വേണ്ടിയിട്ട്, ഞാൻ എന്തൊരു കാര്യത്തിന് വേണ്ടി വെച്ചതാ. ലാൻഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അത് വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ചെറിയ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഉണ്ടാവും, നിങ്ങൾ കാര്യമാക്കണ്ട. പിള്ളേരവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഇത് മൊത്തം എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അവിടെ ഇവിടെ അല്ല, മൊത്തമായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? യെസ്, സെക്കൻഡ് ലെയറായി. ഇത് ലാൻഡാണ് എന്തായാലും വേണം. അപ്പോൾ ഈ 2 അയൺ ഞാൻ എന്തിനു വേണ്ടി വെച്ചതെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും അതെടുത്തിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക നഗറ്റ്സ് ആക്കിയിട്ട് ഇതാക്കാം, ലാൻഡേൺ ആക്കാം.
കയം അതാണ് ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അല്ല, ഷിയറിന് വേണ്ടിയിട്ട് ഷിയർ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ പറയുക സീഗ്രാസ് എടുക്കാൻ പറ്റുക. അതുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇത് കിട്ടും, എഗ്ഗ്, ടർട്ടിൽ എഗ്ഗ്. അത് വെച്ചിട്ടല്ലേ ടൈമയല്ല അവന്മാരെ ബ്രീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടർട്ടിൽ എഗ്ഗ് കിട്ടും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ്. അത് ചെയ്യണോ അതോ ലൈറ്റ് അടിക്കണോ? ലൈറ്റ് അടിക്കാമല്ലേ, നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, ടർട്ടിലിനൊക്കെ ആദ്യം പിന്നെ കൊണ്ടുവരാം. ഇപ്പോൾ ഇതിൽ കുറച്ച് മീനിനെ പിടിച്ചിടാം. ആ ദേവക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. നൈസ്. ദേവക്കിനോട് സ്പോൺ വരാൻ പറഞ്ഞാലേ. ഓക്കെ, ഇനി ടോപ്പ് ലെയർ. അയ്യോ, ടോപ്പ് ലെയർ നിറക്കരുത്. ഓക്കെ, ദേവക്ക് നമ്മൾ വിളിക്കുന്നു. കം ടു സ്പോൺ കൊടുത്താലും അത് ഡിസ്കോഡ് എടുക്കട്ടെ. ഹെഡ്സെറ്റ് വെച്ചില്ല ഗൈസ്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കളിക്കുന്ന സമയത്ത് ഹെഡ്സെറ്റിന് മാക്സിമം വെക്കാറില്ല. കാര്യം നല്ല പെയിനാണ് ഈ സംഭവം. ഇങ്ങനെ വെച്ച് കളിക്കാൻ പറയാനൊക്കെ ഭയങ്കര സുഖമാണ്, പക്ഷേ ഇതിങ്ങനെ ചെവിയുടെ മുകളിൽ ഇങ്ങനെ വെച്ച് പറഞ്ഞിരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതാണ്. സ്പോണ് ഒരു ബിൽഡൊക്കെ ഉണ്ടാക്കി സ്പോണിന് വേണ്ടിയിട്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പോൺ ആവും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും സ്പോണ് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് സംസാരിച്ച നീ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ഹലോ. അല്ല, നിന്റെ ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ നോക്കിയതാണ്. ഓക്കെ, ഒരു ഞാൻ ഇവിടെ സ്പോൺ ബിൽഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയെന്ന്. അത് റെഡിയാക്കി ഇപ്പൊ കഴിഞ്ഞ അക്വേറിയാണ്. അക്വേറിയം റെഡിയാക്കാൻ അതിൽ 3-4 മീനിനെ പിടിച്ചെടുക്കണം. ഈ അടുത്തൊരു ബാൻ ഇട്ടാൻ ചാൻസ് ഉണ്ട്. മൈൻക്രാഫ്റ്റോ? പറയണ്ടല്ലോ, ഞാൻ വീഡിയോ ചെയ്തില്ല. പക്ഷെ ഞാൻ സ്പോണിലാണുള്ളത്. അയ്യോ, എന്റെ ആക്സും പൊട്ടി. ഇതിലെല്ലാം പൊട്ടാൻ തോന്നിയ സമയേ ഒരു പണിയെടുക്കുമ്പോ അതിന്റെ ഇടക്ക് കയറി പൊട്ടിപ്പോഴും. ചെറിയൊരു പ്രൊമോഷൻ കൊടുത്ത ചാനലില് എല്ലാരും ചാനലിന്റെ പേര് പറഞ്ഞു. ദേവകേവി ഓറഞ്ച് കളറിലൊരു ദേവക്കിന്റെ ചാനലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓ, ഡ്രാഗൺ ബോയ് ഷെയ്ഡർ ഓഫ് ടൈസ്. ഇത് ഒരു തേങ്ങയും കാണാനില്ല, മീനിനെ പോയിട്ട് ഒന്നും കാണാനില്ല. ഇവിടെ എന്തോ ഇവിടെ ഒഴുകുന്ന വെള്ളം കേസ്, അതിപ്പോ ഇങ്ങനെ ശരിയാക്കുക. അയ്യോ, അത് ഈ സെർവറിന്റെ പ്രശ്നമാണ്. ശരി, സെർവറിന്റെ പ്രശ്നം. അതൊക്കെ അത്ര പെട്ടെന്ന് സെറ്റ് ആവില്ല, കൊറേ പണിയുണ്ട്. അട്ടർനോസിന്റെ പ്രശ്നം അത്. ഒഴുകുന്നോണ്ട് ഒരിക്കലും റെഡി ആവില്ല. നീ പറഞ്ഞ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അതുമ്പോ തന്നെ കടിച്ചു ഇന്നത്തെ വീഡിയോ അങ്ങനെ പോയനെ. ഞാൻ അവിടെ കുറച്ച് കെൽപ്പും കൂടി നട്ട് വെച്ച് കഴിഞ്ഞാ എനിക്ക് റീപ്ലേ മോഡ് എടുക്കാറില്ല. എനിക്കൊന്ന് പറഞ്ഞേ വീഡിയോ. റൂൺജെറിയുടെ വീഡിയോ ഉണ്ടോ? അതിൽ എല്ലാം പുള്ളി പറയുന്നുണ്ട്. ബാക്കിയൊക്കെ പിന്നെ നമ്മളെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ മനസ്സിലാവും. അതൊന്നും കണ്ടില്ലല്ലേ. പിന്നെ ഈ വെക്കുന്ന പ്രഷർ പ്ലേറ്റിൽ വലിയ കാര്യമുണ്ടോന്ന് ചോദിച്ചാൽ ഒരു പിടുത്തവും ഇല്ല. ഇത് ചുമ്മാ സാധാരണ സ്പോണുകളിലൊക്കെ കാണലുണ്ട്, അതുകൊണ്ട് ഇത് വെക്കുന്നത്, അത്രേ ഉള്ളൂ. ഇതിന്റെ നടുക്ക് സ്പോൺ ആയിക്കോളും ഒരു നിർബന്ധമില്ല. ഇതിന്റെ അപ്പുറം അപ്പുറം എവിടെങ്കിലൊക്കെ സ്പോൺ ആവുക. അത് സ്പോൺ ആവില്ല, അത് വേറെന്തോ ചെയ്യണം, എന്തോ പ്ലഗിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ബണ്ണി ബ്രോ എന്ന് വിളിക്കുന്നത് ഇഷ്ടമില്ല, ബണ്ണി അണ്ണാന്ന് വിളിക്കാതെ. നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ, തന്തയ്ക്ക് വിളിക്കാതിരുന്നാ മതി. ഈടാ ഷെയ്ഡർ ഇട്ടിട്ട് ഈ സാധനം കാണാൻ പോലില്ല കേസ്. അയ്യോ, ഷെയ്ഡർ എടുത്തിട്ട് അതിന്റെ അടിയിലൊന്നുമില്ല. എന്താ ഒരു ലാൻഡൊക്കെ ഇരിക്കുന്നുണ്ട്. ഏടാ, കുഴപ്പമില്ല. മെയിൻ അട്രാക്ഷൻ അതൊന്നുമില്ല. മെയിൻ അട്രാക്ഷൻ എന്ന് പറയാനായിട്ടൊന്നും ഇല്ല, അതാണ് അട്രാക്ഷൻ. എനിക്ക് ബിൽഡ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത എന്താ പറയാ, ഞാനിപ്പോ എവിടെയും നമ്മള് ബിൽഡ് ചെയ്യാൻ വേണ്ടി കേറി പോവില്ലേ, എന്റെ അവിടെ താലു. That is the main problem of the problematic of the year of the world. മതി. ഞാൻ ഇടയ്ക്കോരോ മലേന്റെ കൊണ്ടക്കെല്ലാം കയറി ഇപ്പൊ അവിടെ പോയി ചാവും. പ്രണവ് മോഹൻലാലിന്റെ ആരെങ്കിലും ആണോ? കൊറേ ആളെയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു, മലയും കുന്നു. അയ്യോ രാത്രി, യോ മകറ്റല്ല ഇപ്പൊ ഞാൻ പോയി കിടക്കാം. രാത്രിയാ? ഞാൻ ഉറങ്ങും. ഞാൻ ഉറങ്ങി, ആദ്യം ഞാൻ ഉറങ്ങി. ഞാൻ
ഇനി സ്പോണിൽ വരുന്ന ഒരാൾ പോലും ഫുഡില്ലാണ്ട് കിടക്കരുത്. വീറ്റ് ഉണ്ടാവും ഇവിടെ, വീറ്റ് എടുക്കുക, ബ്രെഡ് ആക്കുക, എന്നിട്ട് ആ സീഡ് തിരിച്ച് നട്ടു വെക്കണം. ബോൺ മീൽ ഉണ്ടാ? ബോൺ മീലൊന്നും ഇല്ല. വേണമെങ്കിൽ ഇവിടെ വന്ന് എന്നെ തല്ലിക്കൊന്ന ആ എല്ലെടുത്തിട്ട് വേണമെങ്കിൽ നീ ബോൺ മീൽ ഉണ്ടായിക്കോ. ബബ്ബാണ് ഉദ്ദേശിച്ചത്. അല്ല അതല്ല. അയ്യോ ഞാൻ കണ്ടത് കിടില സിനിമ. ഞാനത് ഇതിലെ പോയി കണ്ട്, അതാണ് സൗണ്ട് ഇല്ലാത്ത. തിയേറ്ററിൽ നിന്നിട്ട് അലറി. സത്യോ എന്റെ ഓ മറ്റേ ജീപ്പൊക്കെ കണ്ട് കാണിക്കുമ്പോ ഉണ്ടാവല്ലോ. ഓ ജിപ്സിത്തെ ജീപ്പ്, ഗില്ലിത്തെ ജീപ്പ്, ഗില്ലിത്തെ ജീപ്പ്. ഇല്ല സ്പോയില് അത് ട്രെയിലറിലുണ്ടായിരുന്നടാ ജിപ്സി ഉള്ള കാര്യമൊക്കെ. അതെയാ? ജിപ്സി ഒക്കെ ട്രെയിലർ കാണിച്ചാണ്. എന്നുണ്ട് അത് ഫസ്റ്റ് പോസ്റ്റർ ഇറക്കിയപ്പോ തന്നെ ആ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്ത് TN5900. അത് ഗില്ലിത്തല്ലേ? ആ ഗില്ലിത്തെ ജീപ്പ്, അതിനെ കുറിച്ചൊക്കെ പറയണ സീനുണ്ടല്ലോ. ഓ തരിപ്പായിരുന്നേ മോനെ. ഓക്കെ, അപ്പോ എന്താ പറയാ, പ്ലെയർ നെയിമും കോർഡിനേറ്റ്സ് ചെയ്തേക്കുള്ള ബോർഡ് ഇവിടെ സെറ്റായി, സ്പോൺ റെഡിയാക്കി. ഇനി സ്പോൺ ആരെങ്കിലും പൊട്ടിച്ച അവന്റെ കൈ ഞാൻ പൊട്ടും. ഇതെന്റെ പുത്തൻ സ്പോൺ, ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാലി ഞാൻ പറ്റും. ആടുതോമ ഇതെന്റെ പുത്തൻ ഡ്രൈ ബാൻ ഗ്ലാസ്, ചവിട്ടി പൊട്ടിച്ച നിന്റെ കാലി ഞാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ആൻഡ് ബൈ ബൈ. ആൻഡ് ഈ സ്പോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൊള്ളാവോ ഇല്ല, എത്ര മാർക്ക് കൊടുക്കും? യൂഷ്വലി നമ്മൾ ചോദിക്കുന്ന ആ സെയിം ക്വസ്റ്റ്യൻ, എത്ര മാർക്ക് കൊടുക്കും? 10ൽ എത്ര മാർക്ക്? നീ കണ്ടായിന് കാണാതെ മാർക്ക് കൊടുക്കുന്നടാ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് കൊടുക്കുക. യെസ്, ദേവ ഗെയിമിങ്ങിന്റെ ചാനലും കൂടി ചെക്കൗട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ ടാറ്റ ആൻഡ് ബൈ ബൈ, ലവ് യു ഓൾ.